ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊക്കെ 10 days വെക്കേഷൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്രിസ്മസ് വെക്കേഷൻ നമ്മളൊക്കെ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഓരോ പേരും അതിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ പ്ലാനിങ്ങിലായിരിക്കും. അപ്പം അന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. സോ നമ്മൾ വടക്കൻ കേരളക്കാർക്ക് ഏറ്റവും അടുത്തും എന്നാൽ അത്രയും ഫേമസ് ആയ ടൂറിസ്റ്റ് സ്പോട്ടാണ് കർണാടകയിലെ കൊടക് അഥവാ കൂർഗ്. ഇന്ത്യയിൽ തന്നെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് ഈ ഒരു സ്ഥലത്തിനെ വിശേഷിക്കപ്പെടുന്നത്. ഇവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടൂറിസ്റ്റ് പ്ലേസും അതുപോലെ വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് കവർ ചെയ്യാൻ പറ്റുന്ന പ്ലേസസും ഓരോ ജില്ലക്കാർക്കും എങ്ങനെ കൊടകിൽ എത്തിച്ചേരാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണേണ്ടവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ അതിൽ കൊടുത്ത ഒരു പ്ലേസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തേത്. ഈ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക്, അഡ്വഞ്ചറസ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണിത്. അപ്പം ഈ പ്ലേസ് ഏതാണെന്നും ഈ പ്ലേസിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്കും ഒക്കെ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. സോ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഉള്ളത് കൊടകിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനിലാണ്. ഇതാണ് ഫസ്റ്റ് മോസ്റ്റ് ആൻഡ് മസ്റ്റ് വിസിറ്റഡ് സ്പോട്ട് കൊടകിലെ. സോ നിങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിലും ഇനി ഒരു 2 or 3 days ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ടാണിത്. സോ ഗൈസ്, നിങ്ങൾ ഇപ്പോൾ കാണുന്ന റിവറാണ് കാവേരി റിവർ. കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഒരു റിവറാണ് ഈ ഒരു കാവേരി. സോ ഇതിന്റെ ഒറിജിൻ വരുന്നത് ഈ ഒരു കൊടകിൽ തന്നെയാണ്. അതൊരു ഫേമസ് ആയ ടൂറിസ്റ്റ് ലൊക്കേഷനാണ് തലക്കാവേരി. അത് മാത്രമല്ല, ഈ ഒരു കൊടകിലെ മോസ്റ്റ് ഓഫ് ദ എല്ലാ ടൂറിസ്റ്റ് ലൊക്കേഷനും ഈ ഒരു കാവേരി റിവറുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ അതിന്റെ തീരത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഇന്ന് നമ്മളുള്ളതും ഈ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഫേമസ് ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. ഇതൊരു എലിഫന്റ് ക്യാമ്പ് ആണ്, ദുബാരി എലിഫന്റ് ക്യാമ്പ്. ആൻഡ് ഗൈസ്, ഈ റാഫ്റ്റിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് എല്ലാ മന്ത്സിലും അവൈലബിൾ ആയിരിക്കില്ല. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ മാത്രമാണ് ഇവിടുത്തെ കാവേരി റിവറിലെ ജലനിരപ്പ് ഉയരുക. അപ്പോൾ ആ ഒരു മന്തിൽ മാത്രമേ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അവൈലബിൾ ആയിരിക്കുള്ളൂ. ഇനി നിങ്ങൾക്ക് 2 രീതിയിൽ ഈ ഒരു എലിഫന്റ് ക്യാമ്പിലേക്ക് റീച്ച് ചെയ്യാവുന്നതാണ്. ഒന്ന്, നിങ്ങൾക്ക് അവിടെ ബോട്ടിംഗ് സർവീസ് അവൈലബിൾ ആണ്. പെർ ഹെഡ് 60 rupees ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് അപ്പുറം റീച്ച് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊന്നാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ്, നമുക്ക് നടന്നിട്ട് ഈ ഒരു റിവർ ക്രോസ് ചെയ്തിട്ട് എലിഫന്റ് ക്യാമ്പിലേക്ക് പോകാവുന്നതാണ്. ശരിക്കും നടന്നിട്ട് ആ ഒരു റിവർ ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു അഡ്വഞ്ചറസ് ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയൊരു സ്പോട്ടാണിത്. പിന്നെ ഇനി അങ്ങോട്ട് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങോട്ട് നടന്നിട്ട് പോയാൽ റിട്ടേൺ നടന്നിട്ട് തന്നെ നിങ്ങൾ വരേണ്ടി വരും. ബിക്കോസ് റിട്ടേൺ മാത്രമായിട്ട് ബോട്ടിംഗ് സർവീസ് അവൈലബിൾ അല്ല. അങ്ങോട്ടേക്ക് ബോട്ടിൽ പോകുന്നവർക്ക് മാത്രമേ റിട്ടേൺ ബോട്ട് സർവീസ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവും. ആൻഡ് ഗൈസ്, ഇനി ഇവിടെ നമ്മൾ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ, എലിഫന്റ് ക്യാമ്പിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എൻട്രി ചാർജ് വരുന്നത് 100 rupees ആണ്. അത് എൻട്രി ചാർജ് മാത്രമാണ്. ഇനി ഇവിടെ ഞാൻ വേറെയും ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു, ലൈക്ക് എലിഫന്റ് റൈഡ്, എലിഫന്റിന് ഫീഡ് ചെയ്യുക, എലിഫന്റ് ബാത്ത്, അങ്ങനെയൊക്കെ ആയിട്ട് അതിന് സെപ്പറേറ്റ് റേറ്റ് ആണ് ചാർജ് ചെയ്യുന്നത്, ലൈക്ക് 200. കുട്ടികൾക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപ്പാന്മാരുടെ കീഴിൽ ട്രെയിൻഡ് ആയ ഒരുപാട് ആനകൾ അവിടെയുണ്ട്. അപ്പോൾ ഒന്നിച്ച് ഇത്രയും ആനകളെ കാണാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.
ഈ ക്യാമ്പിൽ മറ്റൊരു ഫെസിലിറ്റി കൂടി അവൈലബിൾ ആണ്, ലൈക്ക് ജിംഗിൾ സ്റ്റേ. ഇതിൻ്റെ ഉള്ളിൽ ക്യാമ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നൈറ്റ് സ്റ്റേ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ക്യാമ്പും അവൈലബിൾ ആണ്. സോ ഗൈസ്, ഇതൊരു ഡേ വിസിറ്റിനും അല്ലാതെ തന്നെ നൈറ്റ് സ്റ്റേക്കും ഒക്കെ പറ്റിയൊരു സ്പോട്ടാണ്. ഇനി ഡേ വിസിറ്റിന് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എൻട്രി ടൈമിംഗ് ആണ്. ഇവിടുത്തെ എൻട്രി ടൈമിംഗ് വരുന്നത് മോർണിംഗ് 9 to 11:30, പിന്നെ ഈവനിങ് വരുന്നത് 4 to 6 ആണ്. ഇനി ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്, ഈ ദുബാരി എലിഫന്റ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടക് യാത്രയിൽ ഫസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. നമ്മൾ ദുബാരി ആയിരിക്കണം ആദ്യം കാണേണ്ട സ്പോട്ട്. അതിന്റെ മെയിൻ കാരണം ഇതിന്റെ ഒരു എൻട്രി ടൈമിംഗ് തന്നെയാണ്. നമ്മളൊരു 1 day ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ദുബാരി ഫസ്റ്റ്, അതുപോലെ ഏറ്റവും ലാസ്റ്റ് കാണാൻ പറ്റിയ പ്രോപ്പർ സ്പോട്ടാണ് രാജാ സീറ്റ്. അതൊരു വ്യൂ പോയിന്റ് ആണ്. അവിടെയാണ് നൈറ്റിലാണ് മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ടാവുക. അതുപോലെ തന്നെ അവിടുത്തെ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. അപ്പം അത് ലാസ്റ്റും ഇത് ഫസ്റ്റും കാണാൻ ശ്രദ്ധിക്കാം. വൺ ഡേ ട്രിപ്പ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്കിലും നിങ്ങൾക്ക് 1 day മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന പ്ലേസ് എന്ന് വെച്ചാൽ ഒരു 4 to 5 പ്ലേസസ് ആയിരിക്കും. അതിൽ ഫസ്റ്റ് വിസിറ്റഡ് സ്പോട്ടാണ് ഈ ഒരു ദുബാരി എങ്കിൽ ലാസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ടാണ് രാജാ സീറ്റ്. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു 2 to 3 പ്ലേസസ് കാണാൻ പറ്റും. ഇനി എത്ര പ്ലേസ് കാണാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ എത്ര മണിക്ക് നിങ്ങൾ ഒരു ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നു, നിങ്ങൾ ഓരോ സ്ഥലത്തും എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങൾ എവിടെ നിന്നാണ് ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര പ്ലേസസ് നിങ്ങൾക്ക് ഒരു 1 day കവർ ചെയ്യാൻ പറ്റുന്നു. ഈ കൊടക് എന്ന് പറയുന്നത് വടക്കൻ കേരളക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അപ്പൊ വടക്കൻ കേരളക്കാരായ കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട് ഇവർക്ക് എങ്ങനെ കൊടകിൽ എത്തിച്ചേരാം, നിങ്ങൾക്ക് 1 day കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ സ്പെസിഫൈ ചെയ്ത ഒരു സ്പോട്ടായിരുന്നു ഈ ദുബാരി എലിഫന്റ് ക്യാമ്പ്. ഇനി ഈ ഒരു വീഡിയോ, ഇതൊരു ദുബാരി എലിഫന്റ് ക്യാമ്പിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലെ മറ്റൊരു പ്ലേസിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.